മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കിഫ്ബിക്കെതിരെയുള്ള ഇഡിയുടെ നടപടി പരിഹാസ്യം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്നും മുഖ്യമന്ത്രി. PM ശ്രീയിലെ ഇടപെടലിൽ ജോൺ ബ്രിട്ടാസ് MPയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. ബ്രിട്ടാസ് മികച്ച ഇടപെടൽ ശേഷിയുള്ള MP എന്ന് പ്രശംസ. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. 9 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താതെ പോലീസ്. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് G. പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയിൽ. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി വാദം കേൾക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജി കോടതിയെ സമീപിച്ചത് ഡോക്ടർ B. അശോക് IAS. സർക്കാരിന്റെ ശമ്പളം പറ്റുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യനെന്ന ഹർജിയിൽ ഇരട്ടപ്പദവി വിവാദത്തിൽ സർക്കാർ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്ന് K. ജയകുമാർ. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMG ഞാൻ തുടരുമെന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ ജയകുമാറിന്റെ നിയമനം പൊതുസ്വീകാര്യതയുള്ള കാര്യമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച ED. FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീംകോടതി നിർദ്ദേശം. വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച്. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന്. മോദി പുടിൻ ചർച്ച ഹൈദരാബാദ് ഹൌസിൽ. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകളിൽ ഒപ്പുവയ്ക്കും. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും.